ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ് ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ദൈവത്തിന്റെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. നിന്റെ ദാസ്യ ദൈവം നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെയും സംസാരിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും നിന്റെ മകളുടെ മേൽ കർത്താവ് പകർന്നു കൊടുത്താട്ടം. കേൾക്കുന്ന ജനത്തിന് അത് ജീവൻ പകരുന്നതായി മാറുവാൻ ഹല്ലേലൂയ അങ്ങയോട് അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരുവാൻ പരിശുദ്ധ കർത്താവ് സഹായിക്കണമേ. നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പച്ചൻ്റെ ഹല്ലേലൂയ കൺട്രോളിനുള്ളിലായിരിക്കട്ടെ. ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. ഇനിയുള്ള സമയം സിസ്റ്ററിന് ഞാൻ തരികയാണ്. സിസ്റ്ററിന്റെ സാക്ഷ്യം പ്രസ്താവിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വ്യാഴാഴ്ച പകൽക്കാലം ഇപ്രകാരം ഒരു സാക്ഷ്യവുമായി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അടിയന് നൽകിയ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. അതിനായി എന്നെ വിളിച്ച കർത്താവിന്റെ ദാസി ജോയ്സ് ടി വിയുടെ എല്ലാ പ്രവർത്തകരും പ്രിയ ദേവദാസിക്കുമുള്ള പ്രത്യേകമായ നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് പൽക്കാലം എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുൻപായി തന്നെ എന്നെ വിടുവിച്ച ദൈവത്തെ ഒരു പാട്ടിന്റെ ചില വരികൾ പാടി ഞാൻ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമാതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമാതിൽ. തന്നോ നിൻ കൃപാദാനമെന്നും ജീവിച്ചിടുവാൻ. തന്നോ നിൻ കൃപാദാനമെന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗ
തേലാക്കിയല്ലോ നീ. മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ, മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. ആമേൻ, സ്തോത്രം. പാട്ടുകാരൻ പാടിയതുപോലെ അന്നേ ഞാൻ മരിച്ചുപോയെങ്കിൽ ഇന്ന് ഞാൻ നിത്യനരകത്തിന് ഓഹരിക്കാരിയാകുമായിരുന്നു. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ, സ്ഥാപനത്തിന് മുന്നമേ എന്നെ കണ്ട് എന്നെ തക്ക സമയത്ത് വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ മകളാക്കി തീർത്ത വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഒരു അക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ മാതാപിതാക്കൾ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിച്ച് അവരെ സേവിച്ചും ആരാധിച്ചും പോകുന്ന ദൈവങ്ങളെ എല്ലാം ആരാധിച്ച് കടന്നു പോരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. കാരണം എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ആ മദ്യപാനം കഴിഞ്ഞു വന്നാൽ വീട്ടിൽ അമ്മയുമായിട്ട് ബഹളമുണ്ടാക്കി അമ്മയെ അടിക്കുകയും ഞങ്ങളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ട്. പലപ്പോഴും ഒരു പിതാവിന്റെ സ്നേഹം എൻ്റെ കുഞ്ഞു പ്രായത്തില്, എൻ്റെ ബാല്യം മുതൽ കൗമാരം, യൗവനം, ഈ കാലഘട്ടത്തിലൊന്നും എനിക്ക് വേണ്ടവണ്ണം എൻ്റെ പിതാവിന്റെ ഒരു സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല. ഈ മാതാവും പിതാവും അടികൂടി ബഹളമുണ്ടാക്കി കഴിയുമ്പോൾ അവർ പരസ്പരം കേടു തീർക്കുന്നത് ഞങ്ങളെയാണ്. ചെറിയൊരു നിസ്സാര കാര്യത്തിന് പോലും ദയയില്ലാതെ, കരുണയില്ലാതെ ഞങ്ങൾ ഉപദ്രവിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കുള്ള ഒരു സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ആ നാളുകളിലൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, എനിക്ക് ഒരു വിവാഹ ജീവിതമുണ്ടെങ്കിൽ എനിക്ക് മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, സൽസ്വഭാവിയായ ഒരു മകനെ തന്നെ എനിക്ക് തരണമേ എന്ന് ഞാൻ അന്നും എൻ്റെ ഹൃദയത്തിലുള്ള ഒരു വേദനയും പ്രാർത്ഥനയുമാണ്. അതായത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിച്ച ആ നാളുകൾ. പഠനം ആണെങ്കിലും പഠിക്കണമെന്നോ ഞങ്ങൾ മുന്നോട്ട് പോകണമെന്നോ എന്നുള്ള ആഗ്രഹമില്ല. എന്നാൽ പലപ്പോഴും അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളില് 12ാം ക്ലാസ്, അന്നത്തെ പ്രീ ഡിഗ്രി വരെയും പഠിക്കുവാൻ റെഡിയാക്കി. അതിനുശേഷം ചില ടെക്നിക്കൽ കോഴ്സുകളൊക്കെ പഠിച്ചു. എന്നാലും എനിക്ക് എന്തെല്ലാം പഠിച്ചെങ്കിലും എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു എൻ്റെ യൗവനവും കൗമാരവും ബാല്യവും എല്ലാം. ഞാൻ എൻ്റെ 10ാം വയസ്സിൽ ഞാൻ എൻ്റെ വീട്ടിലെ അടുക്കള ജോലിക്ക് കയറിയതാണ്. കാരണം അത് 10ാം വയസ്സ് മുതൽ ഞാൻ എല്ലാ ജോലികളും, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാ ജോലികളും ചെയ്തിട്ട് വേണം പോകാൻ. സ്കൂൾ വിട്ട് വന്നാൽ ഏറ്റവും ആദ്യം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്നത് ഞാനായിരിക്കും. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കാലത്ത് വെള്ളമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. മൈലുകളോളം വെള്ളത്തിനൊക്കെ പോയി കൊണ്ടുവന്ന് അതെല്ലാം നിറച്ച്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ജോലി എടുക്കുന്നതിന് ഭാരമില്ല, പക്ഷെ പഠിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല എൻ്റെ കൊച്ചുപ്രായം. അങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഒരു വിധത്തില് പ്രീ ഡിഗ്രി വരെ എത്തിച്ചു. അത് ഫെയിലായി. പിന്നെ ഞാൻ തുടർന്ന് എഴുതിയില്ല. അതിനുശേഷമാണ് ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡൊക്കെ പഠിച്ചു. ചില സ്ഥാപനങ്ങളിലൊക്കെയും കുറച്ച് നാളുകളൊക്കെ ജോലി ചെയ്തു. എന്നാൽ എൻ്റെ വിവാഹം പ്രായമായപ്പോൾ എനിക്ക് 96 നവംബറിലായിരുന്നു എൻ്റെ വിവാഹം നടന്നത്. എന്നാൽ ആ 96 നവംബറിൽ 96 എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ അതിനു മുന്നമേ തന്നെ ഒത്തിരി പേര് എന്നെ കാണാൻ വന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ പല കാര്യങ്ങളും ഒഴിഞ്ഞുപോയി. എൻ്റെ പിതാവ് പറയുമായിരുന്നു, ഞാൻ ആർക്കും സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കത്തില്ല, അല്ലാതെ വരുന്ന ഒരാൾക്ക് എൻ്റെ മകളെ കൊടുക്കത്തുള്ളൂ എന്ന്. അങ്ങനെയുള്ള ഒരു എൻ്റെ പ്രായത്തിലുള്ളവരുടെ എല്ലാം വിവാഹം കഴിഞ്ഞു. കൊച്ചു പ്രായത്തില് 29ാമത്തെ വയസ്സിലാണ് എനിക്ക് വിവാഹം നടന്നത്.
അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ കടന്നു വന്ന് കണ്ട് ഞാൻ പോയതിൻ്റെ 3-ാമത്തെ മാസം ഞങ്ങളുടെ വിവാഹം നടന്നു. ഞങ്ങളുടെ ആചാരപ്രകാരമാണ് നടന്നത്. എന്നാല് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷം. എനിക്ക് എൻ്റെ ഒരു പിതാവിന്റെ സ്നേഹം, ഒരു അമ്മയുടെ സ്നേഹം, എൻ്റെ ഭർത്താവിന്റെ സ്നേഹം, സഹോദരങ്ങളുടെ സ്നേഹം എല്ലാം എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടുവാനിടയായി. അത്രയും നല്ലൊരു വ്യക്തിയാണ് എൻ്റെ ദൈവം എനിക്ക് ഒരുക്കി തന്നത്. എന്നാൽ ഞങ്ങൾ വിവാഹത്തിന് കഴിഞ്ഞ് വീട്ടിൽ വന്നു. വിവാഹം കഴിയുന്ന നാളിൽ അദ്ദേഹത്തിന് ഈ ഫർണിച്ചറിന്റെ വർക്ക്ഷോപ്പായിരുന്നു. ആ ഫർണിച്ചറിന്റെ വർക്ക്ഷോപ്പ് ലോൺ എടുത്ത് നടത്തുന്നതായിരുന്നു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ലോണിന്റെ അടവുകളെല്ലാം മുടങ്ങി. അത് ജപ്തിയിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ മെഷീനുകളെല്ലാം എടുത്തുകൊണ്ടുപോയി ജപ്തി ചെയ്ത്. അങ്ങനെ പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അതിനിടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റായി, ആദ്യത്തെ മോളെ പ്രഗ്നൻ്റായി. എന്നെ 7-ാം മാസത്തിൽ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം എൻ്റെ ഡെലിവറിക്ക് വേണ്ടി എന്നെ ഹോസ്പിറ്റലാക്കിയപ്പോൾ രാവിലെ 9 മണിക്ക് മുതൽ രാവിലെ 9 മണിക്ക് കയറ്റി രാത്രി 9 മണി വരെ എൻ്റെ ഡെലിവറി നടന്നില്ല. അവസാനം എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ കിടന്നു മഷിയിട്ട് അവളെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് സിസേറിയൻ ചെയ്ത് എൻ്റെ മോളെ എടുത്തപ്പോൾ എൻ്റെ മോളുടെ കഴുത്തിന് ചുറ്റും 3 ചുറ്റ് പൊക്കിൾക്കൊടി ചുറ്റി ഒരു ഈർക്കിലിക്ക് സമാനമായ ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, ഈ കുഞ്ഞിന് 1,900 ഉണ്ടായുള്ളൂ എൻ്റെ കുഞ്ഞ്, അതിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവളെ ഇൻക്യുബേറ്ററിൽ വെക്കുവാനിടയായി. ചില ആഴ്ചകൾ അവളെ അങ്ങനെ വെച്ചാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിനുശേഷം 2-3 മാസത്തോളം അവളെ കുളിപ്പിക്കാനോ നനയ്ക്കുവാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് എൻ്റെ മോള്. എൻ്റെ മോൾ ആദ്യത്തെ ഡെലിവറിയിൽ തന്നെ എനിക്ക് വളരെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം കടഭാരങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. ജോലി ചെയ്യുവാൻ, വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, മറ്റുള്ള ജോലിക്കൊന്നും കടന്നു പോകാത്ത സാഹചര്യമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവൻ 1.5 വർഷത്തോളം ഒരു ജോലിക്കും പോകാതെ വണ്ണം ഭവനത്തിന്റെ അകത്ത് ഇരിക്കുന്ന ഒരവസ്ഥ. ആകെ സംസാരിക്കുന്നത് എന്നോട് മാത്രമാണ്. ഞങ്ങളുടെ വീട്ടിലെ കൂട്ടുകുടുംബമാണ്. പലപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ പലവിധമായ വാക്കുകൾ കേട്ട് ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരു നല്ല സോപ്പിട്ട് കുളിക്കാൻ, സോപ്പില്ലാതെ തുണിയും വെള്ളത്തിൽ മുക്കിയെടുത്ത അവസ്ഥകളുണ്ട്. അതുപോലെ കുളിക്കാൻ സോപ്പില്ലാതെ, എൻ്റെ മോൾക്ക് കുളിക്കാൻ സോപ്പില്ലാതെ, അവൾക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങുവാൻ പൈസ ഇല്ലാതെയൊക്കെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു ചെറിയ കാലഘട്ടമാണ് എൻ്റെ മോളുടെ കാലഘട്ടം. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കാതെ വണ്ണം കടഭാരമുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സഹോദരി ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അവസ്ഥ അവർ കാണുവാനിടയായി. ഒരു ഗ്ലാസ് തേയിലവെള്ളം പോലും അവർക്ക് കൊടുക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ 3 പേരും അപ്പം 3 ദിവസത്തോളമായി ആഹാരം കഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഒരവസ്ഥ. ഈ കുഞ്ഞിനും അത് തന്നെ കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ആ സഹോദരി എൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ വളരെ കഷ്ടത്തിലാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ എന്നെ വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ അവിടെ മരപ്പണിക്കാരോടെല്ലാം പണിയേൽപ്പിച്ച് എൻ്റെ പിതാവ്. എന്നാൽ എന്നോട് വളരെ ഇതൊക്കെ ആണെങ്കിലും എൻ്റെ ഭർത്താവിന് ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ പിതാവിന്. അതുപോലെയാണ് പുള്ളിക്കാരനും എൻ്റെ പ്രിയപ്പെട്ടവനും എൻ്റെ അപ്പനെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. വളരെ സ്നേഹമായിരുന്നു. സ്വന്തം ആൺമക്കളോടില്ലാത്ത വലിയ സ്നേഹമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവനോട്. അങ്ങനെ എൻ്റെ അപ്പൻ പലയിടങ്ങളിൽ നടന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ ജോലി തിരക്കി ജോലിക്ക് ചെല്ലാമെന്ന് പറയുന്ന ദിവസം ചെല്ലുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ മുടങ്ങും. അങ്ങനെ മാസങ്ങളോളം ജോലിയില്ലാതെ എവിടെയായിരുന്നു. ആ സമയത്തൊക്കെയും അവിടെ അടുത്തുള്ള ഒരു സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, ഇങ്ങനെ എറണാകുളം മെഡിക്കൽ സെന്ററിന്റെ അവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, നമുക്ക് അവിടെ പോകാമെന്നും പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവനെ വിളിച്ചുകൊണ്ട് പോയി. ആ ദിവസങ്ങളിലൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവിടെ പോയി, ചൊവ്വയെ ശനിയൊക്കെ പോയി ധ്യാനം കൂടും. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു വണ്ടിയുടെ സ്പെയർ പാർട്സ് കടയിൽ ജോലിക്ക് പോകാനിടയായി. 800 രൂപ മാസം എനിക്ക് കിട്ടും. ആ 800 രൂപ മാസം തികയുന്നതിന് മുന്നമേ മേടിച്ച് തീർക്കേണ്ട അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തില്. അങ്ങനെ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ധ്യാന കേന്ദ്രത്തിലെ ബ്രദർ പറഞ്ഞു, നിങ്ങൾ ആലപ്പുഴയിലുള്ള ഒരു ധ്യാന കേന്ദ്രമുണ്ട്,
അവിടെ പോയി നിങ്ങൾ ഒരാഴ്ച കുടുംബമായി ധ്യാനം കൂടിയാൽ നിങ്ങളുടെ കഷ്ടതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകും, നിങ്ങൾക്കൊരു നന്മയുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആ ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ നിൽക്കുന്ന കടയിലെ ഓണറോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരാഴ്ചത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പോകണമെങ്കിൽ രണ്ടുപേർ കൂടി 750 രൂപ വേണം. 750 രൂപ പോയിട്ട് 70 രൂപ പോലും നമ്മുടെ കയ്യിലില്ലാത്തൊരു സാഹചര്യമാണ്. എൻ്റെ അമ്മ ഓടി നടന്ന് 350 രൂപ ഉണ്ടാക്കി തന്നു. പോകേണ്ട ടൈം ആയപ്പോൾ ആ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഇനി വരുന്നില്ല, ഇനി ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ആ ബ്രദറിന് മനസ്സിലായി ഞങ്ങളുടെ പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ പൈസ ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും പോരാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുമായിട്ട് പോയി. ഒരാഴ്ച അവിടെ ധ്യാനം കൂടി കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാല് വീട്ടിൽ വന്നപ്പോൾ പഴയതിന്റെ പിന്നത്തെ അവസ്ഥ. ഞാൻ വീട്ടിൽ വന്ന ശേഷം കടയിൽ ചെന്നപ്പോൾ കടയുടെ ഓണർ പറഞ്ഞു, ഇനി മുതൽ വരണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ടായിരുന്ന ആ നന്മയും പോയി. അപ്പൊ എൻ്റെ പിതാവും എൻ്റെ മൂത്ത സഹോദരനും പറഞ്ഞു, നീ യേശുവിനെ തേടി പോയിട്ടാണ് നിനക്ക് ഈ കഷ്ടത വരുന്നത്, അതുകൊണ്ട് നീ അത് ഉപേക്ഷിച്ചാൽ നിനക്ക് നല്ല ഒരു മാർഗം ദൈവം തെളിഞ്ഞു തരുമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഞങ്ങള് പോകാത്ത പുണ്യസ്ഥലങ്ങളില്ല. കടം വാങ്ങിയും പലിശയ്ക്ക് വാങ്ങിയും എല്ലാം ഒരു രക്ഷയ്ക്ക് വേണ്ടി പലയിടങ്ങളിൽ ഞങ്ങൾ ഓടി നടന്നു. പലയിടങ്ങളിൽ ഓടി നടന്നിട്ട് ഞങ്ങൾക്കൊരു രക്ഷയില്ലാത്തൊരവസ്ഥയായിരുന്നു. കർത്താവ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന്. എന്നാൽ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പലയിടങ്ങളിൽ നമ്മുടെ നന്മകളും നമ്മുടെ ആരോഗ്യവും എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഓടി നടക്കും. യഥാർത്ഥ രക്ഷകനെ നമ്മൾ കണ്ടെത്തുന്നത് അവസാന നിമിഷത്തിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആ ധ്യാനം കേടി വന്ന് ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഞാൻ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ എഴുന്നേക്കും. ഞങ്ങളുടെ വീട്ടിൽ യേശു എന്നൊരു പേര് പറയാൻ പാടില്ല. അപ്പൊ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും എഴുന്നേറ്റ് അർദ്ധരാത്രി 1 മണി 2 മണി സമയത്ത് എഴുന്നേറ്റ് കൈ കോർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ശബ്ദമില്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം ചെവിയിൽ കേൾക്കാൻ മാത്രമുള്ള ശബ്ദത്തിൽ പ്രാർത്ഥിക്കും. അങ്ങനെ ഇരുന്ന് ആ സമയങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ ഒരു ജോലി കിട്ടുവാനിടയായി. ആ ജോലിക്ക് കിട്ടിയപ്പോൾ അന്ന് 7500 രൂപ സാലറി കിട്ടുന്ന ഒരു ജോലിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ കടങ്ങളെല്ലാം വീട്ടി കുഞ്ഞിന് 5 വയസ്സായപ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ വരുവാനിടയായത്. അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടില് വന്നപ്പോൾ പിതാവും മാതാവും സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരോട് കൂടെ ഞങ്ങൾ വീണ്ടും സന്തോഷമായി ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിന് രോഗാവസ്ഥ കടന്നു വരുവാനിടയായി. എൻ്റെ ശരീരം അങ്ങ് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇന്നിടുന്ന ഡ്രസ്സുകളൊന്നും എനിക്ക് നാളെ ഇടാൻ പറ്റത്തില്ല, അത് കയറത്തില്ല. എൻ്റെ ശരീരത്തിന് മൊത്തം നീര് വരും. നേരം വെളുത്തെഴുന്നേൽക്കുമ്പോൾ കണ്ണൊന്നും കാണുവാൻ പറ്റാത്ത വിധത്തിലുള്ള നീര്, കാലിന് നീര്, അതുപോലെ തന്നെ തലമുടി നാരിന് വേദന, നഖത്തിന് വേദന, ഇങ്ങനെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ കടന്നുപോയെങ്കിലും പലവിധമായ ടെസ്റ്റുകൾ ചെയ്തെങ്കിലും എൻ്റെ രോഗം എന്താണെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്തൃപിതാവ് ലോകത്തുനിന്നും മാറ്റപ്പെട്ടു. അപ്പോൾ മൂത്ത മകനാണ് എൻ്റെ ഹസ്ബൻഡ്. അതിന്റെ ശേഷക്രിയകളെല്ലാം ഞങ്ങളുടെ ആളുകളെല്ലാം നിർബന്ധിച്ച് അത് ചെയ്യുവാൻ. ഇപ്പൊ ഞങ്ങൾ ധ്യാനത്തിന് പോകുമ്പോൾ ഞങ്ങൾ മറ്റുള്ള യാതൊരു ആരാധനയ്ക്ക് ഞങ്ങൾ പോക്ക് അതെല്ലാം നിർത്തി. ഞങ്ങൾ ധ്യാനത്തിന് ഞങ്ങൾ ആ ധ്യാന കേന്ദ്രത്തിൽ പോയതിന്റെ അതിൻ്റെതായ പ്രാർത്ഥനകൾ, കൊന്ത ചൊല്ലല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി. എന്നാല് ഈ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം കൂടി എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, നീയാണ് മൂത്ത മകനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷക്രിയകളെല്ലാം ചെയ്തു കഴിഞ്ഞു. അതിനിടയ്ക്ക് എൻ്റെ മോനെ ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൻ മരിക്കുന്നതിന് 2 വർഷം മുൻപ് ഞാൻ എൻ്റെ മോനെ പ്രഗ്നന്റ് ആയപ്പോൾ ആദ്യത്തെ മാസം മുതൽ എനിക്ക് പ്രഷർ ഹൈ ആയിരുന്നു. പ്രഷർ ഹൈ ആയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എൻ്റെ 2 മാസം ആയപ്പോൾ എൻ്റെ മാതാവ് എന്നെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഞാൻ വളരെ 6 മാസത്തോളം ഞാൻ റെസ്റ്റിലായിരുന്നു. 6 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് 8ാം മാസം ഞാൻ പല്ല് തേക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു തലകറക്കം ഉണ്ടായി. എൻ്റെ അമ്മ എന്നെ കമ്പനി വക ESI ഹോസ്പിറ്റല്, നോർത്തിലുള്ള ESI ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു, പ്രഷർ വളരെ ഹൈ ആണ്,
ഇവിടെ ഇതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല, നിങ്ങൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ അന്ന് ഒരു കടുത്ത മഴയുള്ള ഒരു ദിവസമായിരുന്നു. അമ്മ വേഗം ഓട്ടോ വിളിച്ചതിന് അടുത്തുള്ള ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാഷ്വാലിറ്റി കാണിച്ചു കഴിഞ്ഞ് ഡോക്ടർമാരെല്ലാം വന്ന് നോക്കിയിട്ട് പറഞ്ഞ് വളരെ ഹൈ ആയിട്ടുള്ള പ്രഷറാണ്, ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ, ഈ കുട്ടിയുടെ ഹസ്ബൻഡ് വന്ന് ഒപ്പിട്ട് തരാതെ ഞങ്ങൾക്ക് ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്ന് ഫോണോ മറ്റേ മൊബൈൽ ഫോണൊന്നുമില്ല. അങ്ങനെ അമ്മ വൈകുന്നേരം വരെ നോക്കിയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴറിഞ്ഞത്, വീട്ടിൽ നിന്ന് വേഗം ഓടിയെത്തി. ഇവിടെ വന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്താം, ഒന്നില്ലെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ, അങ്ങനെ ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്താം, ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ രാത്രി മുഴുവൻ എൻ്റെ നാവിന്റെ അടിയിൽ അവര് ടാബ്ലറ്റ് ഇട്ട് തന്ന് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. രാവിലെ കാലം എന്നെ സിസേറിയൻ ചെയ്യുവാനായി റൂമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേട്ടു. എന്നാൽ എന്നെ ICU നിന്ന് എന്നെ 2 ദിവസം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയിട്ടും ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടില്ല. അപ്പൊ ഞങ്ങളുടെ ആളുകൾ എല്ലാവരും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞു കുഞ്ഞിന്റെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചപ്പോഴാണ് കുഞ്ഞിന് എന്തോ പ്രയാസമുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അവന്റെ ഹാർട്ടിന് കംപ്ലൈന്റ് ആണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഈ പ്രഷർ മുഴുവൻ കുഞ്ഞിനെ ബാധിച്ച് അവൻ കരിനീല കളറിലാണ് ജനിച്ചു വന്നത്. അവനെ ICUവിൽ ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുകയായിരുന്നു. അവന് സ്വയമായിട്ട് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ ഈ കുഞ്ഞിനെ അമൃതയിലേക്ക് കൊണ്ടുപോയിക്കോണം, അമൃതയിൽ കൊണ്ടുപോയാൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അമൃതയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള നന്മയൊന്നും പൈസയൊന്നുമില്ല, എനിക്ക് ഇവിടെ കൊണ്ട് കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നും എൻ്റെ പ്രിയപ്പെട്ടവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുള്ള മനുഷ്യൻ, വളരെ സാധുവായ ഒരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ്. അപ്പൊ പുള്ളി അവിടെ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കും. അതുപോലെ ഈ ICUവിന്റെ വാതിക്കലിരുന്ന് രാവും പകലും വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ICUവിന്റെ വാതിക്കൽ പോകും, എൻ്റെ അടുക്കൽ വരും. ഇങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിച്ച് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഈ കുഞ്ഞിനെ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ അവനെ എക്സ്റേക്ക് കൊണ്ടുപോയി എക്സ്റേ എടുത്ത് എക്സ്റേയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അവന്റെ ഹാർട്ടിന് യാതൊരു കംപ്ലൈന്റും ഇല്ല എന്ന് ഉള്ള റിസൾട്ട് കിട്ടുവാനിടയായി. എൻ്റെ കർത്താവ് അവനെ ജീവനോടെ ഞങ്ങൾക്ക് തരുവാനിടയായി. അതായത് അവന്റെ ജനനത്തിങ്കൽ പിശാച് അവനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയെങ്കിലും എൻ്റെ കർത്താവിന് അവനെ കൊണ്ടൊരു പദ്ധതി ഉള്ളത് കൊണ്ട് അവന് ആ മരണകരമായ അവസ്ഥയിൽ നിന്നും ദൈവം എൻ്റെ കുഞ്ഞിനെ വിടുവിച്ച് ഞങ്ങൾക്ക് തരുവാനിടയായി. ഇന്ന് അവന് 23 വയസ്സായി. അവന്റെ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് നിൽക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ 2 കുഞ്ഞുങ്ങളും മരണകരമായ അവസ്ഥകളിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായത്. ഈ ശോധനയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും കർത്താവിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടഭാരങ്ങളോ രോഗങ്ങളോ മരണകരമായ അവസ്ഥകളോ കടന്നു വരുമ്പോഴും ദൈവം നമ്മളെ മുന്നമേ കണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കടന്നു വന്ന് ഈ സത്യത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ ഒരിക്കലും ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ കടന്നു വരുമെന്ന് ഞാൻ തീരുമാനമെടുത്ത വ്യക്തിയല്ല. കാരണം ഞാൻ എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവിന്റെ അപ്പന്റെ അപ്പന്റെ പെങ്ങന്മാരെല്ലാം പെന്തക്കോസ്ത് വിശ്വാസത്തിലാ. അവരെല്ലാവരും ഈ കമ്മലും മാല ഇല്ലാതെയൊക്കെ നിൽക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അന്ന് അവരെല്ലാവരും വീട്ടിൽ വരും. അവര് കെട്ടിച്ച വീട്ടിൽ വന്ന് എന്നും രാത്രിയിൽ ഇരുന്ന് പാട്ടും പ്രാർത്ഥനയും, വെളുപ്പാങ്കാലത്ത് പാട്ടും പ്രാർത്ഥനയും ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് അരോചകമായിട്ടൊരു അവസ്ഥയായിരുന്നു. അന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ തമ്മിൽ ഡൈവോഴ്സ് ആകും എന്ന് ഞാൻ ഒരു തീരുമാനം പറഞ്ഞു. ഞാൻ അന്ന് എൻ്റെ ആ ഹൃദയത്തിന്റെ എൻ്റെ ആ മനസ്സിന്റെ അവസ്ഥ കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു. പക്ഷെ സ്വർഗത്തിലെ ദൈവം അത് കേട്ടു. അതുകൊണ്ട് എൻ്റെ കർത്താവിനെ വിടുവിച്ചു. അതുകൂടാതെ ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവിന്റെ ഒരു അപ്പച്ചിയുണ്ട്, ഹൈറേഞ്ചിലാ. അമ്മായി വരുമ്പോൾ അമ്മായിക്ക് എഴുത്തും വായന അറിയത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ ഈ ബൈബിൾ ഒന്ന് വായിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മായി, ഞാൻ വായിച്ചു തരത്തില്ല. കാരണം ഇത് ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമാണ്, ഞങ്ങൾക്ക് വേറെ ഗ്രന്ഥങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ വായിച്ചു തരത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ അമ്മായിയപ്പനാണ് വായിച്ചു കൊടുത്തത്.
അപ്പൊ അന്നെല്ലാം ദൈവം എന്നെ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്തോരം മറുതലിച്ചു പോകും എന്നുള്ളത് നമുക്ക് അന്നാല് സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ കുഞ്ഞിനെ എല്ലാം കിട്ടി ഞങ്ങൾ 6 മാസം കഴിഞ്ഞാണ് എൻ്റെ വീട്ടിൽ വന്നത്. അതിനുശേഷമാണ് എൻ്റെ പിതാവ് മരിച്ചത്. അതിന്റെ ശേഷക്രിയകളെല്ലാം കഴിഞ്ഞ് വീണ്ടും എനിക്ക് രോഗം വരാൻ തുടങ്ങി. എൻ്റെ രോഗത്തിന്റെ കാഠിന്യം കൂടി. കാരണം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണ്ടുന്ന ഒരവസ്ഥ ഇങ്ങനെ വളരെ ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്തിട്ടും ഒരു ഭേദവും ഇല്ല. പലപ്പോഴും നമുക്ക് ഈ വേദനയെല്ലാം വരുമ്പോൾ വളരെ ദേഷ്യവും കോപവും ഈർഷ്യയും എല്ലാമാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരെങ്കിലും പറയുമ്പോഴും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു. പലപ്പോഴും ഞാൻ എൻ്റെ മറ്റുള്ളവരോടുള്ള ദേഷ്യം എന്നോട് എൻ്റെ അമ്മ കാണിച്ചതുപോലെ ഞാൻ എൻ്റെ മോളോട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കും ദൈവത്തെ അറിയാതെ ഇരുന്ന കാലത്ത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ കടന്നു പോകുന്ന സമയത്താണ് വീണ്ടും എനിക്ക് ഈ ശരീരം വന്ന് വീർക്കാനും കാലും എല്ലാം മൊത്തം നീരും എത്താനും എൻ്റെ വയറ് വന്ന് വീർക്കാനും ഒക്കെ ഇടയായി. അങ്ങനെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വയറ് നിറച്ച് കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് 96 ആദ്യ മാസങ്ങളിൽ ഞങ്ങളുടെ ദേശത്ത് ഒരു ദേവദാസൻ സുവിശേഷവുമായി കടന്നു വന്ന് എല്ലാ വീടുകളും കയറിയപ്പോൾ ഞങ്ങളുടെ വീട്ടിലും കയറി. ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളോട് സുവിശേഷം പറഞ്ഞു, പ്രാർത്ഥിച്ചു, കടന്നുപോയി. 2006 ഓക്കെ, സോറി, 2006 ആദ്യ മാസങ്ങളില് ഒരു ദേവദാസൻ ഇങ്ങനെ സുവിശേഷവുമായി കടന്നു വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ദേവദാസൻ വീട്ടിൽ വരും, പ്രാർത്ഥിക്കും, കടന്നു അന്നേരം എനിക്കൊരു ആശ്വാസം കിട്ടും. അതിനുശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ആ ദേവദാസൻ വന്നപ്പോൾ എനിക്ക് മൊത്തം നീര് വന്നിട്ട് എൻ്റെ കണ്ണുപോലും കാണാൻ പറ്റാത്ത സാഹചര്യം. അന്നേരം ആ പാസ്റ്റർ പറഞ്ഞു, ഈ ചേച്ചിക്ക് എന്തോ കിഡ്നിയുടെ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് ചേട്ടൻ ഇതിനെ വേറെ എവിടെയും നല്ല ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ചയിൽ വന്നപ്പോഴും അതേപോലെ ഇരുന്നപ്പോ ചോദിച്ചു, കാണിച്ചില്ലേന്ന് ചോദിച്ചു. എന്താ കാണിക്കാത്ത? പൈസ ഇല്ലെങ്കിലാണ് ഞങ്ങൾ പൈസ തരാന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, പൈസയൊക്കെ ഉണ്ട്, ഞാൻ കൊണ്ടുപോക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങളുടെ ആ ദേശത്ത് ഒരു കൂട്ടായ്മ, ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മ ഒന്നുമില്ല. അവിടെ ഉള്ളവരെല്ലാം വെളിയിൽ പോയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെ ആ ദേശത്ത് ഒരു കൂട്ടായ്മ ദേവദാസൻ ഉച്ച കഴിഞ്ഞ് തുടങ്ങുവാൻ ആരംഭിച്ചു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവിടെ ആരാധന തുടങ്ങിയ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം ഈ ആരാധനയ്ക്ക് കടന്നു പോകും. ഞാൻ മാത്രം പോകത്തില്ല. എന്നെ വിളിച്ചാലും ഞാൻ പോകത്തില്ല. പലപ്പോഴും വന്ന് വിളിക്കുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒഴിവായി പോകും. അങ്ങനെ ഇരിക്കെ ആ ദേവദാസൻ ഇങ്ങനെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വരുന്നത് ഒരു ചോറ്റാനിക്കരയിൽ നിന്ന് വരണം ആ ദേവദാസൻ ഇവിടെ ഞങ്ങളുടെ ദേശത്ത്, പാലാങ്കടവ് എന്ന് പറഞ്ഞ ദേശത്ത് അവിടെ വരണം. അപ്പൊ അതുകൊണ്ട് വേറൊരു കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ അവിടെ സ്ഥിരമാക്കി. അങ്ങനെ ആ ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ച് അവിടെ ആരാധന തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ നിർബന്ധത്താലെ കൊണ്ടുപോയതാ. ഒരു ദിവസം കൊണ്ടുപോയി ഞാൻ ആരാധനയിൽ ആരാധിച്ചുകൊണ്ടിരിക്കും. അന്നൊരു ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ, യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശക്തീകരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഈ ധ്യാനത്തിന് പോയപ്പോൾ കിട്ടിയ വാക്കുകളൊക്കെ ഞാനിങ്ങനെ ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ട് നടക്കുക. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വെച്ച് എനിക്കൊരു ഒരു പൈശാചികമായ ഒരു ശക്തി ഇളകി. ആ ദേവദാസൻ അന്ന് പ്രാർത്ഥിച്ചമർത്തിച്ചു. അതിനുശേഷം ചോറ്റാനിക്കരയിലുള്ള കർത്തദാസൻ ഒരു 40 ദിവസം ഉപവാസം ഇരുന്നപ്പോൾ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവൻ പല ദിവസങ്ങളിൽ പോയെങ്കിലും ഞാൻ പോയില്ല. അങ്ങനെ 39ാമത്തെ ദിവസം അവിടെ ഒരു കൃപാവര ശുശ്രൂഷ ഉള്ള ഒരു ദേവദാസനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ആ ദേവദാസിന്റെ ശുശ്രൂഷയിൽ എൻ്റെ പ്രിയപ്പെട്ടവനും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങളും എല്ലാവരുമായിട്ട് എന്നെ കൊണ്ട് പോയി. അവിടെ ചെന്ന് ഞാൻ ആലയത്തിന്റെ അകത്ത് ചെന്നപ്പോൾ എനിക്ക് ആദ്യം കയറാൻ ഒരു മടിയായിരുന്നു. എങ്കിലും എന്നെ അങ്ങ് കയറ്റി. ഞാൻ കയറി അവിടെ ഇരുന്നപ്പോൾ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പാട്ടിതായിരുന്നു, ശ്രീയേശു നാമം അതിശയനാമം എന്നുള്ള ആ പാട്ടായിരുന്നു. ഈ പാട്ട് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ആകർഷിക്കാനിടയായി. ഞാനും ഈ പാട്ട് ഏറ്റുപാടിക്കൊണ്ടിരുന്നപ്പോൾ
എന്നിലുള്ള അന്ധകാര ശക്തികൾ ഇളകുവാനിടയായി. ആ അന്ധകാര ശക്തി ഇളകി അവിടെ എല്ലാം ഭയങ്കര ഒരു ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദേവദാസൻ എൻ്റെ മേലുള്ള അന്ധകാര ശക്തികളെ പുറത്താക്കുവാൻ തക്കവണ്ണം ഇടയായി. 7 പൈശാചിക ശക്തികൾ എൻ്റെ ശരീരത്തെ ബാധിച്ചിരുന്നു. അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ഈ രോഗിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ കയറ്റി പറയാണ്. രോഗിയായിട്ടിരുന്ന സമയത്ത് ഞാന് ഇങ്ങനെ അന്ന് ഞങ്ങളിങ്ങനെ ധ്യാനത്തിന് പോകുന്ന സമയത്തൊക്കെ എന്നും ഞങ്ങൾ രാത്രിയിൽ കിടന്ന് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ മരിച്ചുപോയ പൂർവികന്മാര്, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, മരിച്ചുപോയ പൂർവികന്മാര് നമ്മുടെ മരണത്തോടടുക്കുമ്പോൾ നമ്മൾ അടുക്കൽ വരുമെന്ന് ഒരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ വന്നിട്ട് എന്നോട് പറയും, നീ ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സമയത്ത് ഞങ്ങളോട് കൂടെ ആയിരിക്കും. അപ്പൊ ഞാൻ മരിച്ച അവരോട് കൂടെ ആയിരിക്കും എന്നാണ് പിശാച് പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അന്ന് 3 വയസ്സും 8 വയസ്സും ഒക്കെ ഉള്ളൂ. അപ്പൊ എനിക്ക് പേടിയാ, ഞാൻ മരിച്ചു പോയാൽ എന്ത് ചെയ്യും, എൻ്റെ മക്കളെ ആര് നോക്കും, അങ്ങനെയുള്ള ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിനോട് എന്നും രാത്രി പറയും, ഞാൻ മരിച്ചു പോകും, ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഓരോ ദിവസവും രാത്രി കിടക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചെന്നപ്പോൾ ഈ പൈശാചിക ശക്തിയെല്ലാം ഇളകുവാനിടയായി. 7 പൈശാചിക ശക്തികൾ എൻ്റെ ശരീരത്തെ, എൻ്റെ പ്രാണനെ എടുക്കുവാൻ. അപ്പൊ ഈ ദേവദാസൻ ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം, നിങ്ങൾ എന്തിന് ഇവരുടെ മേൽ ആവസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ ഇവളുടെ പ്രാണനെ എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. അന്ന് ആ ദേവദാസന് ഈ 7 ഭൂതങ്ങളെയും എൻ്റെ ശരീരത്തിൽ നിന്നും നീക്കി. 7 ഭൂതങ്ങളുമായി നടന്ന ഒരു സഹോദരിയെ നമ്മുടെ ബൈബിളിൽ കാണാം, മഗ്ദലക്കാരി മറിയ. പിന്നത്തേതിൽ കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ട ഒരു സഹോദരിയ. ആ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ ദേവദാസി ആ കല്ലറയിൽ ചെന്ന ഒരവസ്ഥ നമ്മൾ കാണുവാനിടയാകും. ഇതുപോലെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടിവിച്ച ദൈവത്തെ എത്രമാത്രം സ്നേഹിച്ചാലും സ്തുതിച്ചാലും മതി വരികയില്ല. എൻ്റെ ജന്മം കൊണ്ട് എൻ്റെ കർത്താവിനെ എത്രമാത്രം സ്തുതിക്കാൻ പറ്റുമോ അത്രമാത്രം ഞാൻ സ്തുതിക്കുകയാണ്. കാരണം എൻ്റെ സഹോദരങ്ങളോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ ബന്ധുക്കളോ ചാർച്ചക്കാരോ ഞാൻ സേവിച്ചിരുന്നവരോ ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. ആ സാഹചര്യത്തിൽ എൻ്റെ കർത്താവ് എന്നെ തേടി വന്നു. ആ സുവിശേഷകന്റെ രൂപത്തിൽ എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്നെ ആകർഷിച്ച് ആ കർത്താവ് എന്നെ ആ ദേവദാസന്മാരുടെ കൈക്കീഴിലൂടെ എന്നെ വിടുവിച്ച വിടുതലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ കഠിനമായ രോഗത്തിലൂടെയോ കടഭാരത്തിലൂടെയോ അസമാധാനത്തിലൂടെയോ ഏതെങ്കിലും വിധത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെന്നാൽ കർത്താവ് വിടുതൽ നൽകുവാൻ ശക്തിയുള്ള ദൈവമാണ്. എൻ്റെ യേശു വിടുവിക്കുന്ന ദൈവമാണ്. എൻ്റെ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. എൻ്റെ യേശു ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവമാണ്. എൻ്റെ യേശു ജീവൻ തരുന്ന ദൈവമാണ്. അറുക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും കള്ളൻ വരുന്നു. യേശു പറയുകയാണ്, അറുക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും കള്ളൻ വരുന്നു. ഞാൻ വരുന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും. എൻ്റെ യേശു നല്ല ഇടയനാണ്. കള്ള ഇടയന്റെ കയ്യിൽ നിന്നും കർത്താവ് എന്നെ, ആ നല്ല ഇടയൻ എന്നെ വിടുവിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ കരുണ, കൃപ, ദയ, വിശ്വസ്തത, കരുതല് എല്ലാം ഞാൻ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ എനിക്ക് അന്നൊരു വിടുതൽ കിട്ടി. ഞങ്ങള് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പൊ ഈ വിടുതൽ കിട്ടിയ സമയത്ത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ എൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ സമയത്ത് ബലൂണിനകത്ത് കാറ്റ് നിറച്ചിട്ട് നമ്മൾ അഴിച്ചു വിടുമ്പോൾ ഒരു കാറ്റ് പോകുമല്ലോ എന്ന പോലെ ഒരു ശക്തി എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ എനിക്ക് സുബോധം ഉണ്ടായി എന്നാ പറയുന്നത്. അതാ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കർത്താവ് വിടുവിച്ചപ്പോൾ കർത്താവ് തന്നെ തൊട്ട് സൗഖ്യമാക്കിയോളൂ, അവന് സുബോധം വന്നതുപോലെ എനിക്കൊരു സുബോധം ഉണ്ടായി. അപ്പോൾ എൻ്റെ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു. ഓൺ ദ സ്പോട്ടിൽ എൻ്റെ ശരീരത്തിന്
ആ നീർക്കെട്ടുകളെല്ലാം മാറി, എൻ്റെ വയറിന്റെ അസ്വസ്ഥതകളെല്ലാം മാറി. ഞാൻ പൂർണ്ണമായും എൻ്റെ വയറിനകത്ത് ട്യൂമറായിരുന്ന ആ ട്യൂമർ കർത്താവ് തൊട്ടെന്നെ വിടുവിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്, നന്ദി പറയുകയാണ്. എൻ്റെ കർത്താവ് എന്നെ കത്തിവെക്കാതെ വണ്ണം ദൈവം എന്നെ വിടുവിച്ചതോർത്ത് സ്തോത്രം. ഒരു ഡോക്ടറുടെ കരത്തില് ഒരു കരം കൊണ്ട് ഒരു കത്തി എൻ്റെ ശരീരത്തിൽ വെക്കാതെ വണ്ണം ദൈവം എന്നെ വിടുവിച്ചതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ അതിമഹത്തമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ അധികമായി രുചിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം അപ്പൊ അന്ന് കർത്തറാസൻ എന്നോട് ചോദിച്ചു, ചേച്ചി നാളെ ഇവിടെ സ്നാനം നടക്കുന്നുണ്ട്, സ്നാനപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടത്തില്ല, സ്നാനപ്പെട്ട് സഭയോട് ചേർത്തില്ല, ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവൻ സ്നാനപ്പെടാൻ തീരുമാനം എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ടോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പം ബൈബിളിൽ ഒരു വചനം ഉണ്ടല്ലോ, നമ്മളിൽ നിന്ന് ഒരു ഭൂതം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പോയവൻ പിന്നെ 7 എണ്ണത്തിനെയും പിടിച്ചോണ്ട പിന്നെ വന്നത് എന്ന പോലെ. അപ്പൊ അത് എന്റെ ജീവിതത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ എങ്കിലും ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ കിടന്ന് അന്നാകെ വായിക്കുന്നത്, ബൈബിളിൽ വായിക്കുന്നത് 91 സങ്കീർത്തനം. അത് ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ 91 സങ്കീർത്തനം. വേറെ ബൈബിളിൽ ഒരു വാക്യങ്ങളോ ഒരു വചനങ്ങളോ വായിക്കാറില്ല. അന്നും ഈ സങ്കീർത്തനം വായിച്ച് ഞങ്ങൾ കിടന്നതിന് ശേഷം രാത്രി ഒരു അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് എൻ്റെ റൂമിനകത്ത്, ഞങ്ങൾ കിടക്കുന്ന റൂമിലെ ഒരു വെള്ള വസ്ത്രധാരിയായ ഒരു ആളെന്റെ റൂമിൽ വന്നിട്ട് എൻ്റെ വലത് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് വേദപുസ്തകം എടുത്ത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 3 മുതൽ 5 വരെ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ തോന്നലായിരിക്കുമെന്ന്. ഞാൻ അവിടെ തന്നെ കിടന്നു. 2 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റില്ല. 3-ാമത്തെ പ്രാവശ്യം അല്പം ശക്തിയോടും ശബ്ദത്തോടും കൂടെ എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് വേദപുസ്തകം എടുത്ത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 3 മുതൽ 5 വരെ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റു, ലൈറ്റ് ഇട്ട് വേദപുസ്തകം എടുത്തിട്ട് എഫേസ്യ ലേഖനം എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ബൈബിളും ആദ്യം മുതലേ മറിച്ച് വന്ന് എഫേസ്യ ലേഖനം കണ്ടെത്തുവാനിടയായി. എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം 3 മുതൽ ഇങ്ങനെ വായിക്കുന്നു, മുമ്പേ നാം ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ കൃപയാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രം എനിക്ക് അന്നത്തെ വെളിപ്പാടിൽ എനിക്ക് കിട്ടിയുള്ളൂ. എൻ്റെ പ്രാണൻ പോകാതെ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്നുള്ള ആ ഒരു ചിന്ത. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അമ്മയായിരിക്കാൻ ദൈവം എന്നെ വിടുവിച്ചു എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് അന്ന് എൻ്റെ ഹൃദയത്തിൽ വന്നത്. ആ രാത്രി ഞാൻ തീരുമാനമെടുത്തു, നാളെ സ്നാനപ്പെടണമെന്ന്. അന്ന് രാത്രി തന്നെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞിട്ട് പാസ്റ്ററെ വിളിപ്പിച്ച് രാത്രി തന്നെ വിളിച്ചു. പറഞ്ഞ് നാളെ ഞങ്ങൾ 2 പേരും കൂടി സ്നാനപ്പെടണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരുവാങ്കുളത്തുള്ള ഒരു പുഴയില് കർത്താവിന്റെ ദാസന്റെ കൈക്കീഴില് ഞങ്ങൾ സ്നാനപ്പെട്ട് സഭയോട് ചേരുവാനിടയായി. സ്നാനപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, അന്ന് കർത്താവിനെ അറിഞ്ഞ അതിന് മൂലമുള്ള ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നുപോയി. പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ആദ്യമൊക്കെ ഞാനിങ്ങനെ കമ്മലും മാലയൊക്കെ ഇട്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കമ്മലും മാലയൊക്കെ ഇട്ടുകൊണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോ ആർക്കും വലിയ പ്രതിസന്ധി അങ്ങനെ. എന്നാലും ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് എൻ്റെ വീട്ടുകാര്, എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ വലിയ പ്രശ്നമില്ല, എൻ്റെ വീട്ടിൽ വളരെ പ്രശ്നമായിരുന്നു. കാരണം ഞാൻ ഒരൊറ്റ മോളേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ പെണ്ണായിട്ട്. അപ്പൊ അവിടെ എൻ്റെ അപ്പന്റെ അനിയന്റെ വീട്ടില് 3 ആൺപിള്ളേര്, എൻ്റെ വീട്ടില് 2 ആൺപിള്ളേര്, പിന്നെ ഞങ്ങൾ 6 മക്കളാണ് 2 വീട്ടിലും കൂടി. അപ്പൊ ഞാൻ ഒരു പെണ്ണേ ഉള്ളൂ. അങ്ങനെ അവർക്ക് വളരെ പ്രയാസം തോന്നി. കാരണം അവർ മരിക്കുമ്പോഴൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞാനും വേണമല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ അവര് വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. എന്നാലേ എന്നെ എൻ്റെ പിതാവ് എൻ്റെ വീട്ടിൽ കയറ്റിയില്ല. ഞാൻ ഒരു പ്രാവശ്യം സ്നാനപ്പെട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ക്രിസ്ത്യാനിക്കല്ല, ഒരു മാർഗവാസിക്കല്ല കൊടുത്തത്, ഞാനൊരു ഹിന്ദുവിനാണ് കൊടുത്തത്, അതുകൊണ്ട് നീ ഈ മാർഗവും ധരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നേരെ വാതിക്ക കൂടി ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ ഞങ്ങളെ നേരെ കാർക്കിച്ച് തുപ്പിയിട്ട് പുറകുവശത്തൂടെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ എപ്പോഴാണോ ആ വീട്ടിൽ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കയറത്തുള്ളൂ.
അഥവാ ഞങ്ങൾ ഒരു രാത്രി എങ്ങാനും അവിടെ ബൈ ചാൻസിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാത്രി മുഴുവൻ ഞങ്ങളെ തെറി കൊണ്ട് അഭിഷേകം ഒരുക്കും. കിടത്ത് ഉറക്കത്തില്ല രാത്രി. അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പേടിയായിരുന്നു. അവിടെ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവിനെ ജീവന് തുല്യമായിരുന്നു എൻ്റെ പിതാവ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭർത്താവ് കൊള്ളില്ലാത്തവനായത്. അങ്ങനെ വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയി. എനിക്ക് തരാനുള്ള നന്മയൊന്നും എനിക്ക് തന്നില്ല. എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം അവരുടെ ഓഹരിയെല്ലാം കൊടുത്തു. എന്നാല് എൻ്റെ പിതാവ് വളരെ പ്രതികൂലത്തിലൂടെ, എൻ്റെ മൂത്ത സഹോദരനും ഞങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ അപ്പൻ്റെ അനുജൻ ക്യാൻസർ രോഗിയായിട്ട് കിടന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ ചെല്ലും. രാത്രിയും പോലും ഞങ്ങൾ രണ്ടുപേരും നിൽക്കും, അന്വേഷിക്കും, നോക്കും. അവർക്ക് പെൺമക്കളില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളെ തറവാട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അവരുടെ വീട്ടിൽ പോകും. അവിടെ ചെന്ന് പ്രിയ കൊച്ചാപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോകും, ആശുപത്രിയിൽ നിൽക്കും. അങ്ങനെ എല്ലാം ട്രീറ്റ്മെന്റ് എല്ലാം കഴിയുന്നവരെ നിന്ന് അവസാനം പുള്ളി ലോകത്തുനിന്നും മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾ കടന്നു ചെന്നു. അന്ന് മരണശേഷം അവിടെ നടന്ന ശേഷക്രിയയില് ഞാൻ ഒരു കാര്യത്തിനും കൈകടത്തിയില്ല. ഞാൻ മാറി നിന്നേ ഉള്ളൂ. അപ്പോഴേ എൻ്റെ പിതാവും എൻ്റെ സഹോദരങ്ങള്, എൻ്റെ ബന്ധുക്കളായ കുറെ സഹോദരങ്ങളുണ്ട്, അവരെല്ലാരും കൂടി വന്ന് എന്നെ അങ്ങ് വട്ടം വളഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നീ ഇതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യത്തില്ല. ഞാൻ ഒരു സത്യം കണ്ടെത്തി, ഞാൻ ആ സത്യത്തിൽ മാത്രമേ നിൽക്കുള്ളൂ. നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അവര് പറഞ്ഞ്, അവരെല്ലാവരും വളഞ്ഞു നിന്നിട്ട് അതിന്റെ നടുക്കാ ഞാൻ നിൽക്കുന്നത്. അപ്പോഴെന്നോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ശരിയാക്കുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെയെല്ലാം നിൽക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. അപ്പൊ അതിക്ക് മുമ്പ് ഞങ്ങള് ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത്, ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എൻ്റെ ഭർത്താവ് ഈ സ്നാനപ്പെടുന്ന സമയത്ത്, ജോലിയെല്ലാം ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ഈ മണലുവാരൽ തൊഴിലാണ് പോയിക്കൊണ്ടിരുന്ന പുഴയില്. ഈ മണലുവാരാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി പോയാൽ നമുക്ക് നല്ലൊരു പൈസ കിട്ടും. അപ്പൊ ഞങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ദേവദാസൻ പറഞ്ഞ്, ചേട്ടാ, ഈ മണലുവാരല് ദൈവനീതിയല്ല, അത് ഉപേക്ഷിക്കണം, അത് ദൈവസേന തെറ്റാണെന്ന് പറഞ്ഞു. അന്ന് ആ കാര്യം ഉപേക്ഷിച്ചു. ദേവദാസൻ പറഞ്ഞ ആ ദിവസം തന്നെ അത് ഉപേക്ഷിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ഡയറിയിൽ നിന്ന് പാലെടുത്തുകൊണ്ട് ഈ വെളുപ്പാങ്കാലത്തെ വിൽക്കും. ഓരോ വീടുകളിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ കൊണ്ടുവന്ന പൈസ നമ്മൾ ശേഖരിച്ചു വെക്കും. അതിനുശേഷം ആ പാലിന്റെ ബാലൻസ് വന്നത് ഞാൻ തൈരാക്കും. പിറ്റേ ദിവസം പോകുമ്പോൾ പാലും തൈരോടെ കൊടുത്തു വിടും. അങ്ങനെ ഞങ്ങൾ പാൽക്കച്ചവടം, അതിനുശേഷം ആ കിട്ടുന്ന പൈസ കൊണ്ട് പിന്നെ ഞങ്ങൾ ലോഡ് കണക്കിന് വിറക് ഇറക്കും. വിറക് കച്ചവടം, തുണിക്കച്ചവടം, പലവ്യഞ്ജന കച്ചവടം, ഞങ്ങൾ ഒത്തിരി ബിസിനസ് ചെയ്ത് ഈ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം. അപ്പൊ ഞങ്ങളുടെ അയൽവാസികളും ഞങ്ങളുടെ ബന്ധുക്കളും ഇവരെ യേശുവിനെ അറിയാൻ പോയിട്ട് ഇവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ഇതാണ്. അപ്പൊ ഞങ്ങളൊരു ജ്യേഷ്ഠന്റെ ഭാര്യ പറഞ്ഞ്, അവര് കർത്താവിനെ ആരാധിക്കാൻ പോകണ്ട, അവര് ഉയർച്ച പ്രാപിച്ചുകൊണ്ട് വരുക, ഞാനും പോവാന്നും പറഞ്ഞ് അവര് പോയി. പക്ഷെ അവരിന്ന് ദേവസേനയിൽ ഇല്ലട്ടോ. അപ്പൊ അങ്ങനെ വളരെ ഞങ്ങൾ ഈ ദേവദാസന്മാർ എന്ത് പറയുന്നു തെറ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ വശത്തേക്ക് പിന്നെ ഞങ്ങൾ തീരും. അത് ഇന്നും അതെ അന്നും അതെ. തെറ്റ് വചനവിരുദ്ധമായ ഒരു കാര്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന പിന്നെ ആ കാര്യം നമ്മൾ ചെയ്യാൻ പിന്നെ ഇന്നുവരെയും ചെയ്തിട്ടില്ല. അതുപോലെ ഞങ്ങള് ഞായറാഴ്ച ആരാധന മുടക്കി ഒരു കാര്യത്തിന് ഞങ്ങൾ പോകത്തില്ല. ഇന്നുവരെയും ദൈവത്തിന്റെ കൃപ കൊണ്ട്, കൃപയാലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. ദൈവം തന്ന ദൈവ വെളിപ്പാടാ. ആകെ ഒരു ഞായറാഴ്ച ഞങ്ങൾ എൻ്റെ പിതാവ് ഒരു ഞായറാഴ്ച മരിച്ചത്. അന്നത്തെ ഒരു ആരാധന മുടക്കാനേ ദൈവം ഇടയായിട്ടുള്ളൂ. അതുപോലെ ദൈവദാസന്മാര് നമ്മളോട് വചനം പ്രകാരം എന്ത് പറയുന്നു അത് അംഗീകരിച്ചു പോകാൻ ദൈവം ഞങ്ങൾക്കൊരു കൃപ തന്നിട്ടുണ്ട്. അത് ഇന്നുവരെ ഞങ്ങൾ അംഗീകരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അടിക്കടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിലെല്ലാം നന്മ പ്രാപിച്ച് നമുക്ക് കിട്ടുന്നതെല്ലാം ദൈവസേനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നു. ഞങ്ങളുടെ പാലാങ്കട ദേശത്തെ ആദ്യത്തെ ഫലമാണ് ആദ്യത്തെ വിശ്വാസികളാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളെ ദൈവം ഇത്രത്തോളം ഞങ്ങൾക്ക് ദൈവസേനയിൽ കടന്നു വന്ന്
ആ ദേശത്ത് പാർത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കൂട്ടുകുടുംബമാണല്ലോ. എൻ്റെ അനുജന്റെ കുടുംബം ഞങ്ങൾ എല്ലാവരും താമസിക്കുമ്പോൾ ഞങ്ങളുടെ ദേവദാസന്മാർ വരുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊരു 500 രൂപ വാടക വീട്ടിലേക്ക് മാറാനിടയായി. അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത്, വാടക വീടെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല, അത് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകത്തില്ല, അത് വെളിയിൽ പോകത്തില്ല, എല്ലാം അകത്ത് വീഴും. ഞങ്ങൾക്ക് ആകെ ഒരു കട്ടിലുണ്ട്. ആ കട്ടിൽ കൊണ്ടിലാണ് ഞങ്ങളുടെ ഉറക്കവും ഭക്ഷണം കഴിയും പ്രാർത്ഥനയെല്ലാം ഈ കുഞ്ഞുങ്ങളുമായിട്ട്. അങ്ങനെയെല്ലാം ഞങ്ങൾ വളരെ കഷ്ടത്തിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഞങ്ങൾ 2010-11 കാലഘട്ടത്തിൽ കർത്താവിന്റെ ദാസന് വചനം പഠിക്കാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി. ഈ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവവചനം കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ടെന്ന് അനേക ദേവദാസന്മാരുടെ ആലോചന പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് ചെയ്യണമെന്ന്, ഈ കർത്താവിന്റെ ദാസന്മാരുടെ സാക്ഷ്യങ്ങളും കഷ്ടപ്പാടുകളൊക്കെ കേൾക്കണമെന്ന് ഞാൻ ഓർത്തി. കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ വളർത്തും, അതുകൊണ്ട് നമുക്ക് ജോലി എടുത്തിട്ട് കർത്താവിന്റെ വേലയ്ക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഓരോ ടേണിങ്ങിലും ദൈവം എന്നെ വചനം തന്നാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. ദേവദാസ് അന്നൊക്കെ എന്നോട് ദൈവം സംസാരിച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാദം നിരപ്പാക്കുവിൻ, വളഞ്ഞതൊക്കെയും ചൊവ്വായും ദുർഘടമായത് സമമായും തീരുമെന്നൊക്കെ ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെടുവാനിട. എന്നാൽ ഈ വചനം എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഉരുവിട്ടുകൊണ്ട് കിടന്നു. അന്നൊക്കെ ഞാനിങ്ങനെ കമ്മലും മാലയൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം 3 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ഞാൻ വീട്ടിൽ വെച്ച്, ആദ്യത്തെ ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ കാതിൽ കിടന്ന കമ്മല് തനിയെ ഊരി താഴെ പോയി. എന്നിട്ട് ഞാൻ അതെടുത്ത് വീണ്ടും ഇട്ട് കഴിഞ്ഞിട്ട് അന്ന് അപ്പൊ ഞങ്ങളുടെ ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ദൈവം വ്യക്തിപരമായി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ദേവദാസനോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ ഇസ്രായേൽ മക്കൾ ഹോരേബ് പർവ്വതം മുതൽ അവരുടെ ആഭരണം ധരിച്ചതുമില്ല എന്നുള്ള ഒരു വാക്യം. അപ്പൊ ഞാനൊരു മനസ്സിലൊരു തീരുമാനം എടുത്തു, ദൈവമേ ഈ ആഭരണം മാറ്റണമല്ലോ. അപ്പൊ പാസ്റ്റർ വരുമ്പോഴത്തേക്കും 33 പറയണ്ട 32 പറയാം. അങ്ങനെ ഞാനൊരു സൂത്രപ്പണി ഒപ്പിക്കാൻ നോക്കി. ഈ സൂത്രപ്പണി ഒപ്പിക്കാൻ നോക്കി അന്ന് ദേവദാസനും ദൈവമക്കളും എല്ലാം കടന്നു വന്നപ്പോ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഇന്നലെ രാത്രി ദൈവം എന്നോട് വചനത്തിലൂടെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ പറഞ്ഞോളൂ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ 33 പറയാൻ പോയിട്ട് എന്റെ ദൈവം 32 പറയാൻ പോയിട്ട് ദൈവം എന്നെ കൊണ്ട് 33 പുറപ്പാട് 33 തന്നെ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. നമ്മുടെ വിചാരങ്ങളോ നമ്മുടെ നിരൂപണങ്ങളോ നമ്മുടെ തീരുമാനങ്ങളോ ഒന്നുമല്ല ദൈവത്തിന്റെ തീരുമാനം. ദൈവം ഒന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണ്, അത് തന്നെ നടത്തത്തുള്ളൂ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഇപ്പൊ തന്നെ ആഭരണം എല്ലാം മാറ്റിക്കോണം, ഇനി ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തും കാതും എല്ലാം പഴുക്കാൻ തുടങ്ങുന്നു. അന്ന് തന്നെ ഞാൻ എൻ്റെ ആഭരണങ്ങളെല്ലാം ഊരി ഞങ്ങൾക്ക് അടുക്കളയിലേക്ക് വേണ്ടുന്ന അതെല്ലാം വിറ്റ് അടുക്കളയിലേക്ക് വേണ്ടുന്ന ഗ്യാസ് മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അത് ഇന്നും അതെന്റെ ഹൃദയത്തിൽ നിന്ന് പോയത് കൊണ്ട് ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എൻ്റെ കണ്ണുടക്കാറില്ല. എൻ്റെ കുഞ്ഞും ഞാൻ ഊരിയതിനോടൊപ്പം തന്നെ അവൾ ഊരുവാനിടയായി. അന്ന് അവള് കുഞ്ഞാണ്. അങ്ങനെ ഞങ്ങള് ദൈവം എന്ത് പറയുന്നോ അതനുസരിച്ച് ദേവദാസന്മാരിലൂടെ പറഞ്ഞാലും ദൈവം വ്യക്തിപരമായി പറഞ്ഞാലും അതൊക്കെയും അംഗീകരിച്ച് പോകാൻ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങള് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ ഇന്ത്യ ഗോസ്ബൽ ചർച്ചിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ അന്ന് ഞങ്ങളെ ചോദിക്കും, ബൈബിൾ കോളേജിൽ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ വരണം സാറേ എന്ന് പറയും. പക്ഷെ ഓരോ വർഷവും നമ്മൾ മാറ്റി കൊണ്ടുപോകും. കാരണം എന്താ, വീടില്ല, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം, അവരെ പഠിപ്പിക്കണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എൻ്റെ ഭർത്താവ് പെയിന്റിന്റെ പണിക്ക് ആ സമയങ്ങളിൽ പോയി. പക്ഷെ നമുക്ക് അന്നൊക്കെ 500 രൂപ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇതാ. അന്നേരം 500 രൂപ കിട്ടിയാലും നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഓട്ടസഞ്ചി ഇടുന്ന പോലെ. കാരണം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖങ്ങളായിരുന്നു, ഡോക്ടർമാർക്ക് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ദേവദാസൻ ഒരിക്കൽ തലവലപ്പറമ്പിൽ വെച്ച് കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടനോട് പറഞ്ഞു, ഈ വർഷം പഠിക്കാൻ വരണോട്ടോ എന്ന് പറഞ്ഞു. ആന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ കാര്യം എന്തായി? സാറേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്നതാ, 500 രൂപയുടെ ഒരു വീട് വേണം, അത് മാത്രമേ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ള വഴി വേണം. ഈ 2 കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
രാത്രിയുടെ യാമങ്ങളിലൊന്നും ഉറക്കമില്ലാതെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും ഈ വിഷയത്തിന് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിറ്റേ ആഴ്ചയിലും ആ ദേവദാസിനെ അതേ സ്പോട്ടിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ച്, വരുന്നില്ലേന്ന് ചോദിച്ചു. വരുന്നുണ്ട്. വീടിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ മുകളിലായിട്ടൊരു ഗസ്റ്റ് ഒക്കെ വന്ന് താമസിക്കുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട്, അതിന്റെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ആ ഔട്ട് ഹൗസിൽ പോയി നിങ്ങൾ താമസിച്ചോ, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവവചനം പഠിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് കേട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററോട് പറഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ, അത് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്, തട്ടിക്കളയണ്ട, നമുക്ക് ചെന്ന് നോക്കാന്നും പറഞ്ഞു പാസ്റ്ററും കുടുംബവും ഞങ്ങളും വന്ന് നോക്കി. അപ്പൊ ഈ ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ നല്ല 3 ബെഡ്റൂം, ഒരു വലിയ ഹാള്, അടുക്കള, വർക്ക് ഏരിയ, അതുപോലെ 2 അറ്റാച്ച്ഡ് ബാത്റൂം. ഇതെല്ലാം ഞാനിങ്ങനെ സ്വപ്നം കാണുന്ന പോലെയാ. കാരണം നമ്മൾ കിടക്കണത് എവിടെ? ചെളിക്കുണ്ടിലാ കിടക്കണത്. നമുക്ക് ഒരു യോഗ്യതയില്ല ആ വീട്ടിൽ ചെന്ന് താമസിക്കാനാ, അതിനകത്ത് കാലുകുത്താനോ ഒന്നും. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികള് വളരെ ശ്രേഷ്ഠകരവും വളരെ മാന്യകരവുമായ വഴികളായിരിക്കും നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ആ ദൈവത്തിന്റെ കൃപയ്ക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 3 വർഷക്കാലം, 3.5 വർഷക്കാലം ആ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ഇടയായി. അങ്ങനെ ദൈവവചനം പഠിച്ച് ഞങ്ങള് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ പാലാങ്കടൽ സഭയിൽ തന്നെ തുടർന്ന് ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. അന്നേരം സാറ് പറഞ്ഞു, ഞങ്ങള് ഇവിടെ പൂഴിക്കോൽ എന്ന് പറഞ്ഞ ദേശത്ത് ഞങ്ങളെ ഇവിടെ പ്രവർത്തനത്തിനാക്കി. ഞങ്ങളിപ്പോൾ പൂഴിക്കോൽ എന്ന് പറഞ്ഞൊരു ദേശത്താണ്, അതായത് തലയോലപ്പറമ്പിനും കടുത്തുരുത്തിക്കും മധ്യയുള്ള ഒരു സ്ഥലമാണ് ആഴ്പ്പാഞ്ചിറ പൂഴിക്കോല്. അവിടെയുള്ള ഒരു ദേശത്തെ വീട്ടിലാണ് ഞാൻ ഇരുന്നുകൊണ്ട് ഈ സാക്ഷ്യം പറയുന്നത്. ഈ ദേശത്തെ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളെ അയക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ തലയോലപ്പറമ്പ് ഇന്ത്യ ഗോസ്ബൽ ചർച്ചിന്റെ കർത്താവിന്റെ ദാസന്റെ സഹശുശ്രൂഷകനായി കർത്താവിന്റെ ദാസനെ അവിടെ ഞങ്ങളെ കുടുംബമായി അവിടെ ആക്കിയിരിക്കുന്നു. ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധന ഞങ്ങൾ അവിടെ നടത്തും. ഇവിടെ ഞങ്ങൾക്ക് ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്. കോവിഡിന് മുമ്പ് ഇവിടെ ഞായറാഴ്ചക്ക് ഉച്ച കഴിഞ്ഞ ഒരു ആരാധന ഉണ്ടായി. കോവിഡിന് ശേഷം ആളുകളെല്ലാം പിരിഞ്ഞു പോകാനിടയായി. എന്നാല് സ്വർഗം ഞങ്ങളെ ഇത്രത്തോളം ദൈവം നടത്തി മാനിച്ചു. എല്ലാത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, എൻ്റെ മോള് പഠിക്കാൻ ആദ്യകാലങ്ങളിലൊക്കെ അവൾക്ക് പഠിക്കാനുള്ള വലിയ കഴിവൊന്നും ഇല്ലായിരുന്നു. എന്നാലും എൻ്റെ മോളുടെ 10ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷ കഴിഞ്ഞ് ഞാൻ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സാറ് പറഞ്ഞ്, ഇവൾക്ക് കണക്കിന് 3 മാർക്കേ ഉണ്ടായുള്ളൂ, ഇവള് പഠിക്കത്തില്ല, അവള് മണ്ടിയാന്ന് പറഞ്ഞു. ആ കുഞ്ഞിനും എനിക്കും പ്രയാസം തോന്നി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോ. അവളും കുഞ്ഞാണെങ്കിലും അവൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവള് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് 10ാം ക്ലാസ്സിലെ മാർക്ക് വന്നപ്പോൾ ഏതാണ്ട് 75-80 ഇടയ്ക്കുള്ള ശതമാനത്തോളം മാർക്ക് വാങ്ങി ജയിക്കുവാനിടയായി. അതിനുശേഷം +2 ചേർന്നു. അതിനുശേഷം ഡിഗ്രിക്ക് ചേർന്ന അവസ്ഥയൊക്കെ ഓർത്താൽ ഒരു സെമസ്റ്ററിന് 17,000 രൂപ കൊടുക്കണമെന്ന് കോളേജിലെ പ്രിൻസിപ്പള് പറഞ്ഞു. കാരണം OEC കോട്ടായില് ഉള്ള സീറ്റുകളെല്ലാം തീർന്നു പോയി. അതുകൊണ്ട് നിങ്ങൾ ഒരു സെമസ്റ്ററിന് 17,000 രൂപ കൊടുത്ത് പഠിക്കാമെങ്കിൽ നിങ്ങൾ അതിനുള്ള സമ്മതപത്രമൊക്കെ എഴുതി മേടിച്ചു. ഞങ്ങൾ വീട്ടിൽ വന്ന് കുഞ്ഞ് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ആ സാറ് പറഞ്ഞ്, ഏതെങ്കിലും ഒരു കുഞ്ഞ് ഈ കോളേജിൽ നിന്ന് മാറിപ്പോവുക, അതായത് OEC കോട്ടായിലുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞ് ഈ കോളേജിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ ആ കോട്ടായിലേക്ക് നിങ്ങളെ ആക്കാന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവം അവൾക്ക് വേണ്ടി ആ കോളേജിൽ തന്നെ ഒരു കുഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകാനും അവൾക്ക് ആ സീറ്റിലേക്ക് കിട്ടുവാനും ഒരു പൈസ പോലും കൊടുക്കാതെ എൻ്റെ കുഞ്ഞിന് 3 വർഷക്കാലം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുവാനിടയായി. അതിനുശേഷം അവള് PGക്ക് ചേർന്നു. ആ PG കോഴ്സും കംപ്ലീറ്റ് ചെയ്യുവാനിടയായി. അതിനുശേഷം അവള് MSc കമ്പ്യൂട്ടർ സയൻസ് ആണ് അവള്. അതിനുശേഷം അവളൊരു 6 മാസത്തെ സോഫ്റ്റ്വെയറിന്റെ കോഴ്സ് പഠിച്ചു. ഇപ്പോൾ ഡൽഹിയിലുള്ള ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയിൽ അവൾ വർക്ക് ചെയ്യാണ്. 1 വർഷം കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ കഴിഞ്ഞ മാർച്ചിൽ അവളുടെ വിവാഹമായിരുന്നു. പെട്ടെന്നുണ്ടായിരുന്ന ഒരു വിവാഹമാണ്. ഒരു ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. പല ദേവദാസന്മാരും ഞങ്ങളോട് ആലോചന പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിന് വേണ്ടി നിങ്ങളൊന്നും കരുതണ്ട, അവളുടെ വിവാഹം പെട്ടെന്നായിരിക്കും, നിങ്ങൾ വിചാരിക്കാത്ത സ്ഥാനത്ത് നിന്ന് ഒരാലോചന വരും, അത് നിങ്ങൾ തള്ളിക്കളയരുതെന്ന്. അങ്ങനെ ആലപ്പുഴയില് ഉള്ള ചേർത്തലയിലുള്ള ഒരു പൈതല്
പ്രിയവൈതലിനെ കാണുവാൻ കടന്നു വന്ന ആഴ്ചയിൽ തന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് അവിടെ കടന്നുപോയി വിവാഹം ഉറപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വെറും 1000 രൂപയുടെ ബാങ്ക് ബാലൻസേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യില് ഒരു മാസം കൊണ്ട് കല്യാണം നടത്തണം. എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. രാവും പകലും ദൈവസന്നിധിയിൽ കണ്ണീരും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ ദൈവസഭ, ഞങ്ങളുടെ ദൈവദാസൻ, മറ്റുള്ള ഞങ്ങളുടെ കൂട്ടുദാസന്മാര്, എല്ലാവരും ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയും അവരുടെ കരങ്ങളിലെ നന്മകൾ കൊണ്ടും ഞങ്ങളെ സാമ്പത്തികമായും ആത്മീയമായും എല്ലാ മേഖലകളിലും ദൈവം ഞങ്ങളുടെ ദൈവസഭയും ഞങ്ങളുടെ കർത്തദാസനും കുടുംബവും മറ്റു ദൈവദാസന്മാരെല്ലാം ഞങ്ങളെ കൈത്താങ്ങി. എന്റെ കുഞ്ഞിന്റെ വിവാഹ അനുഗ്രഹമായി നടന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിലാണ് അവളെ അവിടെ എത്തിയിരിക്കുന്നത്. അവർക്ക് ഇരുവർക്കും ജോലിയുണ്ട്. മാതാപിതാക്കളൊക്കെ ഒത്ത് അവളെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഞാൻ പറയുകയാണ്, നമ്മൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നമ്മൾ പുറകോട്ട് നോക്കരുത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ദൈവവചനത്തിൽ വായിക്കുകയാണ്. നമ്മളെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിന് കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. നമ്മൾ ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രം മതി. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പ്രകാരം നമ്മൾ കർത്താവ് ഉപദേശിച്ചു തരുന്ന വഴിയിലൂടെ ദേവദാസന്മാർ നമ്മളോട് അരുളി ചെയ്യുന്ന ആ ആലോചനയിലൂടെ എല്ലാം നാം മുന്നോട്ട് കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപയും കരുണയും സാന്നിധ്യത്താലും ദൈവം നമ്മളെ വഴി നടത്തി നമ്മളെ അനുഗ്രഹത്തിന്റെ പാതയിലേക്ക്, ഇതിനേക്കാൾ എല്ലാത്തിലുപരിയായി നമ്മളെ നിത്യതയിൽ എത്തിക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ആരെങ്കിലും കഷ്ടതയിലൂടെ, പ്രയാസത്തിലൂടെ, അതുപോലെ വേദനയിലൂടെ, നിരാശയിലൂടെ, രോഗത്തിലൂടെ, കടഭാരത്തിലൂടെ, അസമാധാനത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരിടത്തും പോകണ്ട. യേശു കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നാൽ മതി. യേശു പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന്. കർത്താവിന്റെ ദിവ്യ സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന്. ആ സൗഖ്യമാക്കുന്ന യഹോവ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഏത് രോഗത്തിന്റെ അവസ്ഥയിലാണെങ്കിലും സ്വർഗം നിങ്ങളെ സൗഖ്യമാക്കുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. കടഭാരത്താൽ വലയുന്നവരാണോ, അസമാധാനത്താൽ വലയുന്നവരാണോ, അതുപോലെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിങ്ങളെ സഹായിക്കും, ശക്തീകരിക്കും, ദൈവകൃപ കൊണ്ട് നിറയ്ക്കും. തുടർന്നുള്ള കർത്താവിന്റെ ആ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളിൽ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരും ഒരുക്കട്ടെ. അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വേല ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ദേശത്ത് 8 വർഷത്തിലധികമായി ഞങ്ങൾ ഇവിടെ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഒരു കുടുംബം മാത്രമേ ദേവസ്വനി കടന്നു വന്നിട്ടുള്ള ഈ ദിവസങ്ങളിൽ അനേക കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വേല അധികമായി തീരുവാൻ ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഇന്ത്യ ഗോസ്ബൽ തലയോലപ്പറമ്പ് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമാണ്. ഞങ്ങൾ ആ സഭയിൽ നിൽക്കുന്നത് ആ സഭയ്ക്കും ദൈവമക്കൾക്ക് അനുഗ്രഹമായി തീരേണ്ടത്. ഞങ്ങളുടെ ശുശ്രൂഷകള്, പ്രവർത്തനങ്ങള് എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസനയിൽ താഴുന്നു. ഈ സാക്ഷ്യം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിലിരിപ്പാനും കർത്താവ് സിസ്റ്ററെ നടത്തിയ വിധങ്ങളും കേൾക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചല്ലോ. പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ. അനേക ആത്മാക്കളെ ആ ദേശത്ത് തന്ന് കർത്താവ് നിങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം ചെയ്തു കർത്താവേ. നബൽക്കാലം ദൈവമേ, ജോയ്സ് ടിവിയിലൂടെ കർത്താവേ എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവെ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം സ്വർഗമടിയന് തന്ന സാവകാശത്തിനും കർത്താവെ കൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ ദാസ്യ ദൈവമേ കർത്താവെ അതിനായി ഉപയോഗിച്ചല്ലോ. അങ്ങയുടെ ദാസ്യ അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ. പ്രിയ കർത്താസ്യ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തന്റെ മിനിസ്ട്രി ദൈവം ധാരാളമായി വിശാലയിലേക്ക് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ മകൾക്ക് അങ്ങ് കൊടുത്തിരിക്കുന്ന ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്
ജീവിതത്തിലേക്ക് വിടുവമാവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആയുസ്സും ആരോഗ്യം ബലവും ശക്തിയും കൃപയും ദൈവം നൽകണമേ. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പൽക്കാലം കർത്താവേ, അടിയൻ പറഞ്ഞ സാക്ഷ്യം കേട്ട സകല ജനത്തെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ആരെങ്കിലും കർത്താവെ ഭാരത്തിലൂടെ, വേദനയിലൂടെ, നിരാശയിലൂടെ, കടഭാരത്തിലൂടെ, രോഗത്തിലൂടെ, നിന്ദയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പ അവരെ കർത്താവെ ഈ രക്ഷയുടെ പെട്ടകത്തിലേക്ക് ദൈവം കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കർത്താവെ ഈ സാക്ഷ്യം കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കുവാൻ, ജനം വിടുവിക്കപ്പെടുവാൻ കർത്താവ് ഇടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്ക് ദയം വിശ്വസ്ത നിമിത്തം അങ്ങയുടെ നാമം മാത്രം ഈ സാക്ഷ്യത്തിലൂടെ മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, താങ്ക് യു സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ.